യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ജിഗ്മർ എക്സാം ഇന്ന് എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ. ഇപ്പോൾ ഓൾറെഡി എക്സാം തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നേഴ്സിംഗ് ട്യൂട്ടർ എക്സാം ഒക്ടോബർ 21 തീയതിയാണ്. ഒക്ടോബർ 21 കേരള PSCയുടെ ഒക്ടോബർ 21. അപ്പോൾ അതിലേക്ക് തയ്യാറെടുക്കുന്നത് ഒക്ടോബർ 2022 ഒക്ടോബർ 21 തീയതിയാണ്. ഡേറ്റ് 21 തീയതിയാണ്. അതിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പിൽ 831 റുപ്പീസിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യുക. അടുത്ത വർഷത്തെ ക്ലാസ്സുകൾ, അതായത് DME എക്സാമിന് വേണ്ടിയുള്ള DHS എക്സാമിന് വേണ്ടിയുള്ള കേരള PSCയുടെ ക്ലാസ്സുകൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ AIIMS ജിഗ്മർ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എ പേഴ്സൺ വിത്ത് bacillary leprosy has options 1 to 5 skin lesions with no nerve involvement, more than 5 lesions with multiple nerve involvement, 1 to 5 skin lesions with a single nerve involvement, more than 5 lesions with a single nerve involvement. So ഇവിടെ bacillary leprosy-യിൽ എത്ര സ്കിൻ ലീഷൻസ് ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So here the correct answer is option C, 1 to 5 skin lesions. 1 to 5 skin lesions with a single nerve involvement. So option C is the correct. So that is bacillary dysentery. Other name is tuberculoid. Other name of bacillary dysentery is tuberculoid. So ഇവിടെ നമ്മൾ സ്കിൻ സ്മിയർ ചെയ്യുമ്പോൾ സ്കിന്നിന്റെ സാമ്പിൾ എടുത്ത് വിടുമ്പോൾ സോ ദാറ്റ് ഈസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ബാസിലറി ഡിസെൻട്രി അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെപ്രസി അല്ല. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെപ്രസി അല്ല ബാസിലറി ഡിസെൻട്രി. പക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെപ്രസി ഏതാണ്? മൾട്ടി ബാസിലറി. ദ ലെപ്രസി വിത്ത് അഡ്വാൻസ്ഡ് ഡിസീസ്. സോ ദാറ്റ് ഈസ് മൾട്ടി ബാസിലറി ഡിസീസ്. multibacillary. So skin smear positive ആയിരിക്കും. ഇവിടെ. So that is advanced leprosy. A person with a bacillary disease has 5 or fewer purely pigmented numb skin patches, while a person with a multibacillary disease has more than 5 lesions. So that is related to multibacillary leprosy. And nerve involvement also there. So the diagnosis of leprosy is confirmed by finding acid-fast bacilli in a biopsy of the skin. Our biopsy, the skin biopsy, acid-fast bacilli നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യാം, ലെപ്രസി ആണെന്നുള്ളത് കൺഫേം ചെയ്യാം. സോ ലെപ്രസി ഈസ് എ ക്യൂറബിൾ വിത്ത് മൾട്ടി ഡ്രഗ് തെറാപ്പി. ഡാപ്സോൺ പോലെയുള്ള ഡ്രഗ്സുകൾ നിങ്ങൾക്ക് അറിയില്ലേ, ലെപ്രസി കൊടുക്കുന്നതാണ്. മൾട്ടി ഡ്രഗ് തെറാപ്പി കൊണ്ട് നമുക്കിത് ഈസിലി ക്യൂർ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഇൻ വൂണ്ട് ഹീലിംഗ്? ഇൻഫ്ലമേറ്ററി ഫേസ്, ഹീമോസ്റ്റാസിസ് ഫേസ്, maturation phase, proliferative phase. What is the first phase in wound healing? Here the option B is the correct answer. Option B, hemostasis phase. So that is the correct answer. ഇവിടെ കൊടുത്തിട്ടുണ്ട്. Hemostasis is the correct answer. So first phase ആണ് hemostasis. wound വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് phase ആണ് hemostasis phase. Hemostasis phase, inflammation. There will be inflammation and redness, heat over the area. So there will be inflammation. So ഇത് എടുക്കുന്നത് 0 to 3 days ആണ്. ഫസ്റ്റ് 3 ഡേയ്സിനുള്ളിൽ ഈ ഇൻഫ്ലമേഷൻ കഴിയും. So that is first to 0 to 3 days. Then inflammatory phase is the second phase is the inflammatory phase. 2 to 5 days ആണ് എടുക്കുന്നത്. 2 to 5 days inflammatory phase, 2 to 5 days. So here macrophages നമ്മളൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചില ഇമ്മ്യൂൺ സിസ്റ്റം മുഖാന്തരം ഉണ്ടാകുന്ന ചില
സെല്ലുകളാണ് മാക്രോഫാജസ്. സോ മാക്രോഫാജസ് ക്ലിയർ ദ വൂണ്ട് ക്ലിയർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കും. സോ ദാറ്റ് ഈസ് മാക്രോഫാജസ്. ഫസ്റ്റ് ഫേസ് ഈസ് ഹീമോസ്റ്റാസിസ്, സെക്കൻഡ് ഫേസ് ഈസ് ഇൻഫ്ലമേറ്ററി ഫേസ്, ആൻഡ് തേർഡ് ഫേസ് ഈസ് proliferative phase. Third phase is proliferative phase, 3 to 24 days. 3 to 24 days, that is the proliferative phase. So here increase collagen formation. Collagen formation കൂടുന്നുണ്ട് ഈ ഒരു ഫേസിൽ. ലാസ്റ്റ് ഫേസ് റീമോഡലിംഗ് അല്ലെങ്കിൽ മച്ചുറേഷൻ ഫേസ് ആണ് ലാസ്റ്റ് ഫേസ്. സോ ഹിയർ what will happen, 24 to 1 year, 24 hours to 1 year വരെ സമയം എടുക്കും. ഓക്കെ, സോറി, 24 days to 1 year, 24 hours അല്ല, 24 days to 1 year. Here scar tissue formation, scar tissue increase. So that's it. Next question. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടത് ഞാൻ പറയാം. വിച്ച് നേഴ്സിംഗ് ആക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈൽ കെയറിംഗ് ഫോർ എ ക്ലൈന്റ് ആഫ്റ്റർ കാർഡിയക് കത്തീഡ്രൈസേഷൻ? കാർഡിയക് കത്തീഡ്രൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് ആക്ഷൻ ഏതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദ്യം ചോദിച്ചാൽ, ചെക്ക് ദ പൾസ് ഡിസ്റ്റൽ ടു ദ പഞ്ചർ സൈറ്റ്. അപ്പോൾ ഫിമറൽ ആർട്ടറി ചെയ്യുകയാണെങ്കിൽ താഴെ പൾസ് നമ്മൾ നോക്കണം, ഡോർസാലിസ് പെഡിസിന്റെ ഒക്കെ പൾസ് നോക്കണം. സോ അത് ഫീബിൾ ആണെന്ന് നോക്കണം. സോ ദാറ്റ് ഈസ് ദ important action after cardiac catheterization. Then leading cause of neonatal mortality in India, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. prematurity and congenital malformation. Prematurity and congenital malformation is the leading cause of neonatal mortality in India. Next question. A nurse enters into a room and finds a client lying on the floor. Which action should the nurse perform first? Options: ask the client what happened, call for help to get the client back in bed, establish whether the client is responsive, assist the client back to bed. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, എസ്റ്റാബ്ലിഷ് വെദർ ദ ക്ലൈന്റ് ഈസ് റെസ്പോൺസ്. ഷൗട്ട് ചെയ്യുക, ഷെയ്ക്ക് ആൻഡ് ഷൗട്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ടു അസസ് ദ പേഷ്യൻസ് കണ്ടീഷൻ. Therefore, assessing the responses of the patient should be first thing. Then call for help. After that, call for help. That is the second one, call for help. If the patient is unresponsive, call or tell someone to call 911. Emergency like vilikka and check the person's airway, breathing and pulse. Pulse illengil start CPR. Pulse ഉണ്ടെങ്കിൽ CPR ചെയ്യണ്ട, പൾസ് ഇല്ലെങ്കിൽ സ്റ്റാർട്ട് CPR. ഓക്കെ, ഇനി കാർഡിയാക് കംപ്രഷൻ റേറ്റ്, അതായത് അഡൽട്ട് CPR-ൽ 2 റെസ്ക്യൂർ അഡൽട്ട് CPR-ൽ 30:2 ആണ്, നമുക്ക് അറിയുന്നതാണ്. ചൈൽഡ് ആകുമ്പോൾ 15:2 ആണ്. ഓക്കെ, അതുപോലെ പ്രസൻസ് ഓഫ് ഫ്രഷ് ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ, ദാറ്റ് ഈസ് ഹെമറ്റോകേസിയ. Hematochezia is the presence of fresh blood in the stool, that is hematochezia, fresh blood in the stool. So lower GI tract bleeding or presence of fresh blood in the stool, that is hematochezia. Lower GI tract bleeding cause hematochezia. In upper GI tract bleeding and results in dark tarry stools known as melena. Dark tarry stool എന്താണ്? മെലീനയാണ്. So that is melena, upper GI tract bleeding. Next question. Battle sign is an indicator of option skull fracture, stroke, brain tumor, viral meningitis. So here the correct answer is skull fracture. Battle sign is an indicator of, that is the fracture of temporal bone. Usually
temporal bone, fracture of the temporal bone അല്ലെങ്കിൽ skull fracture എന്ന് പറയാം. That leads to rhinorrhea. Colorless fluid leakage through the mouth, through the nose, that is rhinorrhea. നമുക്ക് ഈ ഒരു കേസിൽ തന്നെ റാക്കൂൺ ഐ ഉണ്ടാവും. റാക്കൂൺ ഐ, കണ്ണ് ചുമന്ന് പോലെ ഇരിക്കും. സോ ബാറ്റിൽ സൈൻ, ഓൾസോ കോൾഡ് ബാറ്റിൽ സൈൻ, defined as bruising over the mastoid process. So that is bruising over mastoid process. Mastoid process in our bruising and bruising over the mastoid process. It is retroarticular or mastoid ecchymosis. That is typically the result of head trauma. ശ്രദ്ധിക്കണം, മെനിഞ്ചൈറ്റിസിൽ കെർണിക് സൈന്, ബ്രുഡ്സിൻസ്കി സൈൻ ഉണ്ട്. അതുപോലെ ന്യൂക്കൽ റിജിഡിറ്റി, ബ്രുഡ്സിൻസ്കി സൈൻ, ന്യൂക്കൽ നക്കൽ റിജിഡിറ്റി, നോട്ട് ന്യൂക്കൽ, നക്കൽ റിജിഡിറ്റി. ഇത് സൈനും മെനിഞ്ചൈറ്റിസിലുള്ളതാണ്. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ളത്. ഇപ്പോ the contraceptive that affects sperm motility, capacitation and survival. So copper T എന്നുള്ള കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കോപ്പർ T, it will affect sperm motility, capacitation and survival of the sperm. So copper T നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെഷറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nurses giving oxygen therapy should know that it has to be humidified because options: oxygen is a hot air and it may burn trachea, oxygen is dry gas and thickens the mucus, oxygen gets cleaned of pathogens by humidification, oxygen causes fire. ഇപ്പോൾ നേഴ്സ് ഓക്സിജൻ തെറാപ്പി കൊടുക്കുകയാണ്. ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഓക്സിജൻ ഇസ് എ ഡ്രൈ ഗ്യാസ് ആൻഡ് തിക്കൺ ദ മ്യൂക്കസ്. മ്യൂക്കസ് തിക്കൺ ചെയ്യും. ഡ്രൈ ഗ്യാസ് ആണ് ഓക്സിജൻ. സോ ദാറ്റ് വിൽ തിക്കൺ ദ മ്യൂക്കസ്. സോ ഓക്സിജൻ കോസ് ഡ്രൈയിങ് ഇഫക്റ്റ് ഓൺ മ്യൂക്കസ് മെംബ്രെയിൻ. Drying effect on mucous membrane. Drying effect on mucous membrane. Okay. Result: damage to the airways. Secretions may become thick and difficult to clear. So that oxygen is humidified before administration by flowing through humidifier. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. മോസ്റ്റ് കോമൺ ഇഞ്ചുറി ഇൻ ബ്ലണ്ട് അബ്ഡോമിനൽ ട്രോമ. അപ്പൊ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു, ബ്ലണ്ട് അബ്ഡോമിനൽ ട്രോമ വന്നു കഴിഞ്ഞാൽ ഏത് ഓർഗനാണ് കൂടുതലും അഫക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ കിഡ്നി, ലിവർ, ബ്ലാഡർ, സ്പ്ലീൻ ഒക്കെ ഉണ്ടാവും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സ്പ്ലീൻ ആണ്. Spleen is the most affected. Okay. കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ ഇതുപോലെ പറയാം, എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇവിടെ റോസ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞൊരു സംഭവം. റോസ് ക്വസ്റ്റ്യനെയർ, ROSC. റോസ് ക്വസ്റ്റ്യനെയർ ഈസ് യൂസ്ഡ് ഫോർ ആൻജൈന അസസ്മെന്റ്. ആൻജൈന അസസ്മെന്റ്, അതായത് ചെസ്റ്റ് പെയിൻ ആണ് ആൻജൈന. ആൻജൈനയ്ക്ക് യൂസ് ചെയ്യുന്ന അസസ്മെന്റ് ആ ഒരു ക്വസ്റ്റ്യനെയാണ് റോസ് എന്നുള്ള പേരിലാണ്. റോസ്, ഡോണ്ട് ഫോർഗെറ്റ് റോസ്. പിന്നെ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. എയിംസ് എക്സാം അടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്, ടൈപ്പ് ചെയ്തിട്ടില്ല. ആന്റിഡോട്ട് ടു ബെൻസോഡൈസപ്പിൻ പോയിസണിങ്. ആന്റിഡോട്ട് ഓഫ് ബെൻസോഡൈസപ്പിൻ പോയിസണിങ്. സോ ദാറ്റ് ഈസ് ഫ്ലുമാസെനിൽ. Flumazenil is the antidote of benzodiazepine poisoning. The first school of nursing established by. First school of nursing ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഫസ്റ്റ് എയിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ. നമ്മുടെ നൈറ്റിംഗേൽ തന്നെയാണ് ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ്. ഓക്കെ, ഇനി ബയോട്സ് റെസ്പിറേഷൻ എന്താണ്? ബയോട്സ് റെസ്പിറേഷൻ is an
abnormal pattern of breathing characterized by group of regular deep inspiration followed by regular or irregular period of apnea. So abnormal pattern of breathing ആണ് regular deep respiration plus apnea. Abnormal pattern of apnea, that is Biot's respiration. ഇത് ഉണ്ടാകാനുള്ള കാരണം ഇഞ്ചുറി ഓർ ട്രോമ ടു ദ മെഡുല്ലയിലെ അല്ലെങ്കിൽ പോൺസിലുള്ള ഇഞ്ചുറി ഉണ്ടാകുമ്പോഴാണ് ബയോട്സ് റെസ്പിറേഷൻ ഉണ്ടാകുന്നത്. റെഗുലർ ഡീപ്പ് റെസ്പിറേഷൻ പ്ലസ് ആപ്നിയ, ദാറ്റ് ഈസ് ബയോട്സ് റെസ്പിറേഷൻ. ജസ്റ്റ് ഒരു കാര്യം പറയാണ്, ACLS BLS കോഴ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9048392578. Okay, thank you. All the best. Stay safe.